നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനുള്ളത് എക്സ്പോ ലേക്കിലാണ്. ഇന്നത്തെ വീഡിയോയിൽ എക്സ്പോ ലേക്കിൻ്റെ വിശേഷങ്ങളാണ്. വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതാണ് അൽ ഖുദ്റ റൗണ്ട് അബൌട്ട്. ഇവിടുന്ന് ഏകദേശം ഒരു 7-8 കിലോമീറ്റർ ഉണ്ട്. ഈ റൗണ്ട് അബൌട്ടിലാണ് നമുക്ക് അത്യാവശ്യം വെള്ളവും സ്നാക്സും ഒക്കെ കിട്ടുന്ന ഒരു സ്പോട്ട്. അൽ ഖുദ്റയിൽ ആകെ ഇവിടെ ഉള്ളൂ എന്ന് വേണം ശരിക്കും പറയാൻ. അത്യാവശ്യ സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടും, ഇവിടെ നിന്ന് വാങ്ങി പോകാമെന്നുള്ളതാണ്. ഇവിടെ ഒരു ലാസ്റ്റ് എക്സിറ്റും കുറേ സ്നാക്ക് ഷോപ്പുകളും റെസ്റ്റോറൻറ്റുകളും ഒക്കെ ഉണ്ട്. എക്സ്പോ ലേക്ക് എൻട്രി പോയിന്റ് എന്നുള്ള ഒരു ലൊക്കേഷൻ ഗൂഗിൾ മാപ്സിലുണ്ട്. ആ ലൊക്കേഷൻ അടിച്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ എത്തുന്നതെന്ന് പറഞ്ഞാൽ ഈ സ്പോട്ടിലാണ്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 4 കിലോമീറ്റർ നമ്മൾ യാത്ര ചെയ്ത് പോയാലാണ് എക്സ്പോ ലേക്കിൽ എത്താൻ പറ്റുക. ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ ഒരു മണ്ണിട്ട റോഡാണ്, പക്ഷേ ചെറിയ കാറിനൊക്കെ പോകാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല റോഡ് തന്നെയാണ്. ഇനി അങ്ങ് മുമ്പോട്ട് പോകുമ്പോഴും അത് തന്നെയാണ്, നല്ല റോഡ് തന്നെയാണ്. മാപ്പ് വെച്ച് നോക്കുമ്പോൾ ഏകദേശം 4 കിലോമീറ്റർ ഓഫ് റോഡ് ഓടിച്ചാലാണ് നമ്മൾ എക്സ്പോ ലേക്കിൽ എത്താൻ പറ്റുക. ചെറിയ വണ്ടികളൊക്കെ ഓടിച്ച് പോകാം, കുഴപ്പമൊന്നുമില്ല. SUV തന്നെ വേണമെന്നൊന്നുമില്ല. സാധാരണ ചെറിയ വണ്ടി വേണമെങ്കിൽ ഓടിച്ച് പോകാൻ പറ്റുന്ന രീതിയിലുള്ള റോഡുകളാണ്, നല്ല റോഡാണ്. ഓഫ് റോഡ് വഴി ഏകദേശം ഡ്രൈവ് ചെയ്ത് വരുമ്പോൾ ആദ്യം എത്തുന്ന ഒരു സ്പോട്ടാണിത്, ഒറിക്സ് പ്ലാറ്റ്ഫോം. ഒറിക്സ് എന്ന് പറഞ്ഞാൽ മാൻ വർഗത്തിൽപ്പെട്ടത് ഒരു മൃഗമാണ്. യുടെ നാഷണൽ ആനിമൽ. മാനിൻ്റെ തലയുടെ ഷേപ്പിലാണ് ആ ഒബ്സർവേഷൻ ഡെസ്ക് ഉള്ളത്. കാര്യമായിട്ടുള്ള കാഴ്ചകളൊന്നും ഈ ഒബ്സർവേഷൻ ഡെസ്കിലില്ല. വെറുതെ ഒന്ന് കയറി കാണാം, അത്രേ ഉള്ളൂ. രസകരമായിട്ടുള്ള കാഴ്ചയെന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാലും ഇതുവഴി വരുമ്പോൾ ഒന്ന് കയറി കാണാം, അതിന് മാത്രമുള്ള കാഴ്ചകളേ ഉള്ളൂ. അങ്ങനെ എക്സ്പോ ലേക്കിൻ്റെ എൻട്രി പോയിന്റിലെത്തിയിരിക്കുകയാണ്. ഇതാണ് എക്സ്പോയുടെ എൻട്രി പോയിന്റ്. ഇവിടെ മുതലാണ് ഇനി എക്സ്പോ ലേക്കിൻ്റെ കാഴ്ചകളുടെ തുടക്കം. അതുകൊണ്ട് ഒരു മാനോടുന്നത് ഒറിക്സ്. എക്സ്പോ ലേക്കിൻ്റെ മെയിൻ ഗേറ്റിൻ്റെ 2 വശത്തുമായിട്ടാണ് പാർക്കിംഗ് ഉള്ളത്. ഇടതുവശത്തും വലതുവശത്തുമായിട്ടാണ് പാർക്കിംഗ് ഉള്ളത്. അതിൻ്റെ ഇടതുവശത്തുള്ള പാർക്കിങ്ങിൽ പാർക്ക് ചെയ്താലായിരിക്കും കൂടുതൽ സൗകര്യം. കാരണം ടോയ്ലറ്റ് സൗകര്യം ഉള്ളതെന്ന് പറഞ്ഞാൽ ഇടതുവശത്ത് പാർക്കിങ്ങിന് തൊട്ടടുത്താണ്. ഈ എക്സ്പോ ലേക്കിന് 4 പ്രധാനപ്പെട്ട ഗേറ്റുകളാണുള്ളത്. പക്ഷേ ഇപ്പോൾ നിലവിൽ ഒരു ഗേറ്റ് വഴി മാത്രമാണ് സന്ദർശകർക്ക് ഉള്ളിൽ പോകാൻ കഴിയുക. മറ്റുള്ള 3 ഗേറ്റുകളും ജോലി നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, പണി പൂർത്തിയായിട്ടില്ല. ആദ്യം പണി നടന്നുകൊണ്ടിരിക്കുന്ന ഗേറ്റുകളുടെ അവസ്ഥ എന്താണെന്ന് നോക്കിയിട്ട് നമുക്ക് ഉള്ളിലെ കാഴ്ചകൾ കാണാം. ഈ ഗേറ്റിൽ കാണുന്നില്ലേ എക്സ്പോ 2020യും പിന്നെ ആ ഒരു എംബ്ലവും. ഈ ഒരു മോഡലിലാണ് ഉള്ളിലുള്ള ലേക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. നടുക്ക് എക്സ്പോ 2020 എന്ന് എഴുതിയിട്ട് അതിൻ്റെ ചുറ്റും ഒരു എക്സ്പോ 2020യുടെ ലോഗോ. ഈ രീതിയിലാണ് ഈ ലേക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്.
അങ്ങനെ നമ്മൾ പാർക്കിങ്ങിലെത്തി, എക്സ്പോയുടെ പാർക്കിങ്ങിലെത്തി. ഇതിന് തൊട്ടടുത്ത് തന്നെ ടോയ്ലറ്റ് സൗകര്യം ഇതിന് തൊട്ടടുത്ത് തന്നെ ഉണ്ട്. അത്യാവശ്യം നല്ല വൃത്തിയുള്ള ടോയ്ലറ്റുകളാണ്. പാർക്കിങ്ങിൽ നിന്ന് വേണമെങ്കിൽ നേരിട്ട് എക്സ്പോ ലേക്കിൻ്റെ ഉള്ളിലോട്ട് പോവാം. മെയിൻ ഗേറ്റ് വഴി നടന്ന് പോകുമ്പോഴാണ് കാഴ്ചകൾ കൂടുതലുള്ളത്. ആ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് മെയിൻ ഗേറ്റ് വഴി ഉള്ളിലോട്ട് പോവാം. ഈ കാണുന്നതാണ് മെയിൻ ഗേറ്റ്. നമ്മൾ മുമ്പോട്ട് നടക്കുമ്പോൾ രണ്ട് വശത്തും പലതരത്തിലുള്ള കിളികളുടെ ശബ്ദവും കാഴ്ചകളും മാത്രമാണ്. ഈ മെയിൻ ഗേറ്റിൻ്റെ രണ്ട് വശത്തും വളരെ മനോഹരമായിട്ടുള്ള വെള്ളച്ചാട്ടം നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകൾ കണ്ടിട്ട് നമുക്ക് ഗേറ്റിനുള്ളിലുള്ള കാഴ്ചകളിലോട്ട് പോകാം. അങ്ങനെ മെയിൻ ഗേറ്റിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് മെയിൻ ഗേറ്റിനുള്ളിലെത്തിയിരിക്കുകയാണ്. ഇനി കുറേ കാഴ്ചകൾ കാണാനുണ്ട്, കുറേ നടക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ വിശേഷങ്ങൾ കണ്ട് മുമ്പോട്ട് പോകാം. മെയിൻ പാർക്കിങ്ങിൻ്റെ അടുത്ത് കാണുന്നൊരു ബോർഡാണ്. ഇവിടെ മാത്രമാണ് ശരിക്കും ബാർബിക്യൂ അലൗഡ് ഉള്ളത്. ഈ ബോർഡിൻ്റെ, അതായത് മെയിൻ എൻട്രൻസിൻ്റെ ഇടതുവശത്താണ് ഈ ബോർഡ്. ഇതിൻ്റെ തൊട്ട് പുറകിലുള്ള ഒരു സ്പേസിൽ മാത്രമാണ് ബാർബിക്യൂ അലൗഡ് ആയിട്ടുള്ളത്. ആ കാര്യം ശ്രദ്ധിക്കുക, പ്രത്യേകം ശ്രദ്ധിക്കുക. മെയിൻ ഗേറ്റിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് മുമ്പോട്ട് നടന്നു വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യത്തെ വാട്ടർ ക്രോസിങ്ങിലെത്തും. ഇതുപോലെയുള്ള 2 വാട്ടർ ക്രോസിങ്ങാണ് ആകെ ഈ എക്സ്പോ ലേക്കിലുള്ളത്. അതിലാദ്യത്തേതാണിത്. അതുപോലെ തന്നെ വേറെ ഒരു 3-4 വാട്ടർ ക്രോസിംഗ് ഉണ്ട്. അത് ഇതുപോലെയുള്ള നടപ്പാതയല്ല, അത് ഒരു വാട്ടർഫോൾ, ചെറിയ രീതിയിലൊരു വാട്ടർഫോൾ സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ കൂടെ നടക്കാനുള്ളതാണ്. നമ്മൾ മുമ്പോട്ട് പോകുന്ന വഴിക്ക് അതിൻ്റെ വീഡിയോസ് കാണാം. പക്ഷേ ഈ ടൈപ്പിലുള്ള 2 വാട്ടർ ക്രോസിംഗ് ആണ്. ഒന്നാമത്തേത് ഇതും വേറെ ഒന്നും കൂടെ ഉണ്ട്. അങ്ങനെ 2 എണ്ണം ഉള്ളത്. അങ്ങനെ വെള്ളം ക്രോസ് ചെയ്ത് ഇക്കരെ എത്തി. ഇനി നമുക്ക് കാണാനുള്ളത് ഈ വാട്ടർ ഫൗണ്ടനാണ്. വാട്ടർ ഫൗണ്ടനും നമുക്ക് ക്രോസ് ചെയ്യാൻ പറ്റുന്നതാണ്. എക്സ്പോ 2020 ദുബായ്ക്ക് കിട്ടിയതിന് ശേഷം പല പ്രോജക്റ്റുകളും ദുബായ് ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എക്സ്പോ 2020യുടെ ഭാഗമായിട്ട് അതിൻ്റെ ഒരു പ്രൊമോഷന് വേണ്ടിയിട്ട് എക്സ്പോ 2020 ലോഗോയുടെ ഷേപ്പിൽ ഒരു ലേക്ക് പ്രോജക്റ്റും അന്ന് 2015 സമയത്ത് ദുബായ് ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. 2020 മാർച്ചോട് കൂടിയിട്ടാണ് ഇതിൻ്റെ പണി മുഴുവൻ പൂർത്തിയായതും. ഔദ്യോഗികമായിട്ട് ഇതുവരെ പബ്ലിക്കിന് വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടില്ല. കൊറോണ കാരണം എക്സ്പോ 2020 ഇതുവരെ നടന്നിട്ടില്ല. അതുകൊണ്ട് ഔദ്യോഗികമായിട്ട് ഇത് പബ്ലിക്കിന് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടില്ല. പക്ഷേ കഴിഞ്ഞ 2020 മാർച്ചോട് കൂടിയിട്ട് ആൾക്കാർക്ക് ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട്. അങ്ങനെ നടന്ന് വാട്ടർ ഫൗണ്ടനടുത്തെത്തി. വാട്ടർ ഫൗണ്ടനും വാട്ടർ ഫോളും ഉണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ കാഴ്ചകൾ കാണാം.
പ്രധാനമായിട്ട് എക്സ്പോ ലേക്ക് ഫേമസ് എന്ന് പറഞ്ഞാൽ നൈറ്റ് ക്യാമ്പിങ്ങിനും ബാർബിക്യൂനും ആയിട്ടാണ്. ഇപ്പോൾ തണുപ്പ് സമയമായതുകൊണ്ട് ഒരുപാട് ഫാമിലീസൊക്കെ രാത്രി വന്നിട്ട് ക്യാമ്പ് ചെയ്തിട്ട് രാവിലെ പോകുന്ന രീതിയിൽ നൈറ്റ് ക്യാമ്പിങ് പ്ലാൻ ചെയ്ത് വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പേര് വരുന്നുണ്ട്. ഇനി നമുക്ക് കാണാനുള്ളത് നടുവിലുള്ള ഐലൻഡിൻ്റെ കാഴ്ചകളാണ്. അതായത് എക്സ്പോ 2020 എന്ന് എഴുതിയിട്ടുള്ള ഐലൻഡില്ലേ, അത് ഒരു ഐലൻഡാണ്. അതിൻ്റെ കാഴ്ചകളാണ് ഇനി കാണാനുള്ളത്. അപ്പോൾ നമുക്ക് ആ കാഴ്ചകൾ കാണാം ഇനി. ശരിക്കും ആ ലേക്ക് നടുഭാഗത്താണ് ഞാൻ ഉള്ളത്. ഈ കാണുന്നതൊക്കെ ഏതൊക്കെയോ ലെറ്ററാണ്. എക്സ്പോ 2020 ഏതൊക്കെയോ ലെറ്ററിൻ്റെ ഇടയിലാണ് ഉള്ളത്. പക്ഷേ ഏത് ലെറ്ററാണെന്നൊന്നും ഇവിടെ നിന്നാലും മനസ്സിലാകുന്നില്ല. ഇതിനടുത്ത് തൊട്ടടുത്താണ് ജബലലി ഇൻ്റർനാഷണൽ എയർപോർട്ട്. അപ്പോൾ അവിടെ ലാൻഡ് ചെയ്യാൻ പോകുന്ന ഫ്ലൈറ്റിലിരുന്നിട്ട് നല്ലൊരു വ്യൂ കിട്ടി. ഞാൻ നടുക്ക് നിന്നിട്ട് നോക്കുമ്പോൾ ആ ദൂരെ കാണുന്നുണ്ട്, നമ്മൾ ആദ്യം വന്ന ഒബ്സർവേഷൻ ഡെസ്ക് ദൂരെ കാണുന്നുണ്ട്. വീണ്ടും നേരത്തെ ക്രോസ് ചെയ്തതുപോലെയുള്ളൊരു വാട്ടർ ക്രോസിംഗ് ആണ്. ഞാനെന്തായാലും അങ്ങോട്ട് പോകുന്നില്ല. ഇനി നേരത്തെ നമ്മൾ ക്രോസ് ചെയ്തില്ല, അതുപോലെ തന്നെയാണ്. അതിന് തൊട്ടടുത്തൊരു നേരത്തെ കണ്ട പോലെ ഒരു വെള്ളച്ചാട്ടമുണ്ട്. കുറേ താറാവ് ഒരു കരയിൽ നിന്ന് നീന്തിയിട്ട് അടുത്ത കരയിലോട്ട് പോകുന്നുണ്ട്. കുറേ അധികമുണ്ട്, കുറേ താറാവുണ്ട്. കുറച്ച് ദൂരമായിട്ട് ഒരുപാട് കിളികളിങ്ങനെ വെള്ളത്തിൽ കളിക്കുന്നുണ്ട്. കരയിലിരിപ്പുണ്ട് ഒരുപാട്. നമുക്ക് കണ്ടാലറിയാത്ത തരത്തിലുള്ള ഒരുപാട് പക്ഷികളുണ്ട് അവിടെ. എനിക്കതിൽ മനസ്സിലായത് താറാവ് പോലെ ഒന്ന് രണ്ട് പക്ഷികളുണ്ട്. അതെനിക്കൊന്ന് ഒന്നുകിൽ അരയന്നമായിരിക്കും, സ്വാൻ, അല്ലെങ്കിൽ താറാവ് തന്നെ ആയിരിക്കും. പിന്നെ കുറേ പക്ഷികളുണ്ട്. ഇത് കാണുന്നുണ്ടോ? ഒറിക്സ്, കുറേ അധികം ഒറിക്സ് ഉണ്ട്. ഇവിടെ ഒന്ന് രണ്ട് സ്ഥലത്ത് ഈ താറാവിനും കിളികൾക്കൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഫുഡ് വെച്ചിട്ടുണ്ട്. അത് വന്ന് ഇവർ കഴിക്കാൻ വേണ്ടി വന്നാണെന്ന് തോന്നുന്നു. പത്തിരുപത് എണ്ണം ഉണ്ടാവും, 20ഓ അതിൽ കൂടുതലുണ്ടെന്ന് തോന്നുന്നു. കുറേ ഉണ്ട്. ഇങ്ങനെ കൂട്ടത്തോടെ വന്നിട്ട് വെള്ളവും കുടിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോകാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. ഈ ഒരു സൈഡ് മുഴുവനുണ്ട്. ഇവിടെയൊക്കെ ഉണ്ട്, ഈ ഭാഗത്തൊക്കെ ഉണ്ട്. തിരക്കുള്ള ദിവസം എന്തായാലും ഈ ഒരു കാഴ്ച കാണാൻ പറ്റും തോന്നുന്നില്ല. ഇന്നെന്തായാലും തിരക്കില്ലാത്തതുകൊണ്ട് അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായി. സാധാരണ ഇവിടെ വരുന്ന സമയത്ത് പുറത്ത് വരുന്ന വഴിക്കൊക്കെ കാണാറുണ്ട്. പക്ഷെ ഉള്ളിൽ കാണുന്ന ആദ്യമായിട്ടാണ്. ഞാൻ 2-3 പ്രാവശ്യം വന്നിട്ടുണ്ട് ഇവിടെ, പക്ഷെ ഉള്ളിൽ കാണുന്ന ആദ്യമായിട്ടാണ്.
നമ്മൾ വീണ്ടും നടന്ന് ഏകദേശം മെയിൻ ഗേറ്റിനടുത്ത് തന്നെ തിരിച്ചെത്തി. ആ മെയിൻ ഗേറ്റിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ഈ ഒരു ഏരിയയാണ് ശരിക്കും ബാർബിക്യൂ ഏരിയ. ഇവിടെ മാത്രമേ ശരിക്കും ബാർബിക്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ ടെൻറ്റും ഇവിടെ മാത്രമേ അലൗഡ് ഉള്ളൂ. നൈറ്റ് ക്യാമ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രത്യേകം ഓർമ്മിക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. അതായത് ഇവിടെ ലൈറ്റൊന്നുമില്ല, ഒരു ലൈറ്റും വെച്ചിട്ടില്ല. അപ്പോൾ വെളിച്ചത്തിനുള്ള സൗകര്യം നിങ്ങൾ തന്നെ കണ്ടെത്തണം. വെളിച്ചത്തിനുള്ള സെറ്റപ്പുമായിട്ടൊക്കെ വരുന്നതാണ് നല്ലത്. സൺസെറ്റ് ഒരു രക്ഷയില്ല, വല്ലാത്ത ഫീലാണ് ഇവിടുത്തെ സൺസെറ്റ്. അപ്പോൾ ഫ്രണ്ട്സ്, എക്സ്പോ ലേക്കിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.